വെൽക്കം ടു പെൻഡാഡ്. എൻ്റെ പേര് സഞ്ജു, എൻ്റെ കൂടെയുള്ളത് അഭിശങ്കർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വെൽത്തി പീപ്പിൾ എടുത്താൽ, റിച്ച് പീപ്പിൾ എടുത്താൽ, അവർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മോർ ദാൻ വൺ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നല്ല ഫിനാൻഷ്യൽ ഹാബിറ്റ് എന്താണ്? ഓക്കെ, ഫിനാൻഷ്യൽ ഹാബിറ്റ് അവർക്ക് പല ഇതുകളുണ്ടാവും. എനിക്ക് ഒരു നല്ലൊരു ഹാബിറ്റായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെയുള്ള ക്ലയൻസിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ റിച്ചായി എന്നുള്ളൊരു രീതിയിലേക്കുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്നുള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻകം കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളൊരു ഇതാവട്ടെ. അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻവെസ്റ്റ് ആവുന്ന രീതിയിലേക്ക് അവർ ഫസ്റ്റ് തന്നെ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് ചെയ്തു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ എമൗണ്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് സേവിങ്സിലേക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കോ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നീട് അവർ പോലും അറിയാണ്ടൊരു ഗ്രോത്ത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇവരുടെയൊക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത പോലെ എല്ലാവർക്കും തന്നെ ഇത് പോസിബിളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒരു ഡിസിപ്ലിനോട് കൂടി പോകാനായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഡേറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റിൽ ഇൻകം വരുന്നതിന് അടുത്ത് തന്നെയുള്ളൊരു ദിവസം തന്നെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ ബാങ്കിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ആവുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മാറുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഹാബിറ്റായിട്ട് തോന്നിയിരിക്കുന്നത്. ഡിസിപ്ലിൻ അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ അത് ഓവർ ദ പീരീഡ് ഇമാജിൻ ആളുടെ ജോബ് ലോസ്റ്റ് ആയാലും വരെ അവർക്ക് ഇത് വെച്ചിട്ട് they could survive. അതെ, കാരണം വെച്ചാൽ ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഇവർ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് മാറി അതിൻ്റെ ഒരു ഗ്രോത്ത് കൂടി കിട്ടിയിട്ട് ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അവരുടെ ഒരു ഇൻകം ഇപ്പോൾ ഒരു ഷോർട്ട് ഫോൾ വന്നെങ്കിൽ തന്നെ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഒരു ഇത് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ടൈം ഫ്രെയിം തള്ളി നീക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഇത് പറഞ്ഞല്ലേ, സർവീസ് പറഞ്ഞല്ലേ, അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഇൻക്രീസും ഡിക്രീസും ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, പോസ് ചെയ്യാം. നമുക്ക് SIP ഉണ്ടല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അത് ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡാണ്. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റിൽ നമ്മളുടെ അത് നമ്മൾ പോലും പിന്നെ അതിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറി പോയിക്കോളും. അത് പിന്നീട് നമുക്ക് ആ എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, ഇടയ്ക്ക് പോസ് ചെയ്യണോ നിങ്ങൾക്ക് പോസ് ചെയ്യാം. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് അത്. ഓക്കെ, ശരി, താങ്ക് യു.